ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റിലൊന്നാണ്. ഇറ്റ് ഈസ് ദ ബെനിഫിറ്റ് ഫോർഗോൺ ഓർ സാക്രിഫൈസ്ഡ് ഓൺ റിജക്റ്റിംഗ് എ പർട്ടിക്കുലർ ആൾട്ടർനേറ്റീവ് ടു അനദർ കോമ്പീറ്റിംഗ് ആൾട്ടർനേറ്റ് ചോയ്സ്. ഓരോ ചോയ്സിന് ഒരു ആൾട്ടർനേറ്റീവ് സാധനത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ഒരു ബെനിഫിറ്റ് കളയുകയാണെങ്കിൽ അതിനാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. എ ബിസിനസ് ഹാസ് ആൻ ഓൺഡ് ബിൽഡിംഗ് വിച്ച് മൈറ്റ് ഗെറ്റ് എ റെൻറ്റ് ഓഫ് 10,000 പെർ മന്ത്. നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ ബിൽഡിങ്ങിന് 10,000 പെർ മന്തിൽ റെൻറ്റും കിട്ടും. പെർ മന്ത് 10,000 രൂപ അതിന് റെൻറ്റും കിട്ടും. അതെന്ത് ചെയ്താൽ നമ്മൾ വാടകയ്ക്ക് കൊടുത്താൽ ഇഫ് ദ ബിസിനസ് ഈസ് കൺസിഡറിങ് ടു യൂസ് ദ ബിൽഡിംഗ് ഫോർ എക്സ്പാൻഡിങ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. പക്ഷേ നമ്മുടെ ആക്ടിവിറ്റീസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മളിപ്പോൾ അത് വാടകയ്ക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ആ വാടകയ്ക്ക് കൊടുക്കുന്നില്ല എന്ന് വെക്കുമ്പം നമ്മൾ ആ ഒരു നമ്മൾ ആ ഒരു ബെനിഫിറ്റ് വേണ്ടാന്ന് വെക്കുക, റെൻ്റെന്നുള്ള ബെനിഫിറ്റ് വേണ്ടാന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഫോർ എ ബെറ്റർ ആൾട്ടർനേറ്റീവ് ചോയ്സ് ആണ് കോമ്പീറ്റിംഗ് ആൾട്ടർനേറ്റീവ് ചോയ്സ്. അതായത് എൻ്റെ ബിസിനസ് ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കോമ്പീറ്റിംഗ് ആൾട്ടർനേറ്റീവ് ചോയ്സ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിന് പറയുന്നതാണിത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അടുത്ത കോസ്റ്റാണ് ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് അല്ലെങ്കിൽ നോഷണൽ ചാർജസ്. ഇമ്പ്യൂട്ടഡ് അല്ലെങ്കിൽ നോഷണൽ ചാർജസ്. നോഷണൽ ചാർജസ് ആർ ദി ഇമാജിനറി ചാർജസ് സച്ച് എസ് റെൻ്റ് ഓൺ ഓൺ ബിൽഡിംഗ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സെട്ര. അപ്പം നമ്മുടെ ബിൽഡിങ്ങിന് റെൻ്റ് ഉണ്ട്, നമ്മൾ നമ്മുടെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതൊക്കെ എന്താണ്? ഒരു ഇമാജിനറി ചാർജസ് ആണ്. അതാണ് നോഷണൽ ചാർജസ് അല്ലെങ്കിൽ ഇമ്പ്യൂട്ടഡ് കോസ്റ്റ്. അതായത് ചാർജ് ഇൻ ദ കോസ്റ്റ് ബുക്ക് ബട്ട് ആർ നോട്ട് പെയ്ഡ് ടു എനി വൺ. നമ്മൾ ചാർജ് ചെയ്യും, കോസ്റ്റ് ബുക്കിൽ അത് ചാർജ് ചെയ്യും, പക്ഷെ ആർക്കും എന്ത് ചെയ്യണ്ട, അങ്ങനൊരു കോസ്റ്റ് കൊടുക്കണ്ട. അങ്ങനെയുള്ള കോസ്റ്റാണ് ഇമ്പ്യൂട്ടഡ് കോസ്റ്റ്. നമ്മുടെ അതർ കൺസേൺസും ഇങ്ങനെ തന്നെ ചെയ്യും. അതർ കൺസേൺസും ഇങ്ങനെ എന്ത് ചെയ്യും, ബുക്കിൽ എഴുതും, അല്ലെങ്കിൽ അതർ കൺസേൺസും ഈ ഒരു ഇമാജിനറി ചാർജസ് ക്രിയേറ്റ് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് അല്ലെങ്കിൽ നോഷണൽ ചാർജസ്. ഇതെന്തിനു സഹായിക്കും? കോസ്റ്റ് കമ്പാരിസന് സഹായിക്കും. അടുത്തത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആർ ദ കോസ്റ്റ് ഡിറ്റർമൈൻഡ് ഇൻ അഡ്വാൻസ് ആഫ്റ്റർ കൺസിഡറിങ് ഓൾ ദി ഫാക്ടേഴ്സ് ദാറ്റ് മേ ഇൻഫ്ലുവൻസ് കോസ്റ്റ്. അതായത് ഒരു കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു കോസ്റ്റാണ്. അതായത് എല്ലാ ഫാക്ടേഴ്സും, ഒരു കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സും. ഇപ്പം ഞാനൊരു പ്രോഡക്റ്റ് വല്ലതും ഫാക്ടറിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുക. അപ്പോൾ ഞാനതിൻ്റെ ഒരു വെയർ ഹൗസിൻ്റേതും റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിൻ്റേതും അങ്ങനെ എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്ത് കൊണ്ടുവരുന്ന കോസ്റ്റാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ഡിറ്റർമൈൻഡ് ഇൻ അഡ്വാൻസ്. നേരത്തെ ഞാനിപ്പോൾ ഒരു പുതിയൊരു കുപ്പി അല്ലെങ്കിൽ പുതിയൊരു മോഡൽ കുപ്പി ഞാൻ പുതിയ ഷേപ്പിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രോഡക്റ്റായിട്ട് ഇറക്കുവാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എല്ലാം ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്നെ കണ്ടെത്തുന്നതാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. പക്ഷേ സ്റ്റാൻഡേർഡ് കോസ്റ്റ് അതല്ല, സയൻറ്റിഫിക്കലി എസ്റ്റിമേറ്റഡ് കോസ്റ്റ്